ഹജ്ജ് ക്യാമ്പിലും ഹജ്ജ് യാത്രയയപ്പുകളിലും തള്ളിക്കയറി വരാറുള്ള കോൺഗ്രസ് CPM നേതാക്കൾ കേരളത്തിലെ കുംഭമേളയിൽ കാണുന്നില്ലെന്ന് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി. എന്തുകൊണ്ടാണ് ഹിന്ദുമത വിശ്വാസികളുടെ പ്രാർത്ഥന ഇരു പാർട്ടിക്കാരും കാണാതെ പോകുന്നതെന്നും കോൺഗ്രസും CPM-ന്റെയും അപജയമാണിത് വ്യക്തമാക്കുന്നതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു. തിരുനാവായ കുംഭമേള പുനർജനിച്ചപ്പോൾ ഇത് ഒരു വലിയ മഹാപാരമ്പര്യത്തിന്റെ തുടർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. സ്വന്തം കൂടപ്പറപ്പിനെ നോക്കി നടത്തിയ മാതിരി നോക്കി നടത്തുന്ന ആളുടെ മോളാത്. ഒരു ഇസ്ലാം മത വിശ്വാസിയായിട്ട് പോലും ഇത്തരം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ഒരു പരിപാടിക്ക് പിന്തുണ അർപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ CPM-ന്റെയോ ഒന്നും ഒരു നേതാക്കളെ പോലും ഇവിടെ കാണുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. സത്യത്തില് കേരളത്തിലെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പറ്റിയ ഒരു വലിയ അപജയമാണ് കാണിക്കുന്നത്. ഇത് സ്മരണ ഉണ്ടല്ലോ, ഇതുകൊണ്ട് കോളടിച്ചത് ഇപ്പൊ ഇവനാ. ഞാനൊക്കെ ദേശീയ മുസ്ലിം എന്ന് പറയുന്നത് വെറുതെ അല്ല. വ്യക്തമായില്ലേ? ശരി, ഞാൻ വ്യക്തമാക്കി തരാം. ഈ മഹത്തായ ആർഷ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമായി ജീവിക്കുന്ന ഒരു മുസൽമാൻ എന്ന നിലയിലാണ് ദേശീയ മുസ്ലിം എന്നുള്ള പ്രയോഗം തന്നെ ഞാൻ നടത്തിയിട്ടുള്ളത്. സത്യത്തിൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മോദിജി വന്നപ്പോൾ നടത്തിയിട്ടുള്ള ഒരു ഗംഭീര പ്രയോഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, കോൺഗ്രസ് മുസ്ലിം ലീഗ് ആയിക്കൊണ്ടിരിക്കുന്നു, വീട്ടുകാരോടും നാട്ടുകാരോടും ഒരുപാട് നുണ പറഞ്ഞിട്ടാ സാർ ഞാൻ ഇറങ്ങി തിരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മബോയിസ്റ്റുകളായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ ചെയ്തതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. ഇവിടെ പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് തന്നെ ഒരു ഇടതുപക്ഷവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദയനീയമായ അവസ്ഥയാണ് കാണുന്നത്. പത്രോസേ, നീ എന്റെ മേൽ പള്ളി പണിയല്ലേ? വേസ്റ്റ് ആയതല്ലേ സ്ഥിരം അരച്ചുണ്ടയാക്കി കൊടുക്കുന്നേ. ആത്മീയത തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അണിനിരത്തിയ നേതാവായിരുന്നു ഗാന്ധിജി. ഗാന്ധിജിയെ ആരു കൊന്നു, എന്തിനു കൊന്നു, അത് മൂടിവെക്കാനാണ് വളരെ ആസൂത്രിതമായ ഒരു ശ്രമം കുറച്ചു കാലമായി നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ ഗാന്ധിജിക്ക് പഠിക്കാനാണ് ശ്രമിച്ചത്. താങ്കൾക്ക് ഏത് രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വേണമെങ്കിലും മുന്നിൽ വെക്കാം. നിങ്ങൾ ആത്മീയതയെയും ഗാന്ധിയൊക്കെ തള്ളിപ്പറഞ്ഞതാണ് നിങ്ങൾ മുരടിച്ചു പോയത് എന്ന് ഹോച്ചിമീൻ ഒരു ഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഉപദേശിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സിലാവാത്തത് എന്താ ഇത്ര വലിയ പ്രശ്നമെന്നാണ്. മഹാകുംഭമേളയെ, ഈ മഹോത്സവത്തെ അവഗണിച്ച കോൺഗ്രസിനോടും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തോടും നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. സർവശക്തൻ പൊറുക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദേശം മെന്റലുണ്ടോ എനിക്കിന്ന് സംശയിക്കുന്നവരുണ്ടേ. വെറുതെ എനിക്കൊരു കുഴപ്പമില്ല. തീരെ അവഗണനയാണ് ബാക്കിയുള്ള പല ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഭാഗത്ത്. നോക്കച്ച എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. ഇവിടെ കാണാനുള്ളത്, ഇവിടെ എത്തിപ്പെടുന്നത് മുഴുവൻ BJP-ക്കാരും സംഘപ്രവർത്തകരും മാത്രമാണ്. അല്ലാതെ ഒരു കോൺഗ്രസ്സുകാരെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരെയും ഒന്നും ഇവിടെ കാണുന്നില്ല. ഒപ്പം അവനില്ലല്ലോ എന്ന വേദനയോടെ ഒരു തേങ്ങനോടെ അല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരെയും ഒരു കമ്മ്യൂണിസ്റ്റുകാരെയും ഒന്നും ഇവിടെ കാണുന്നില്ല. കണ്ടതായിട്ട് എനിക്കറിയത്തുമില്ല. അവരുടെ നേതാക്കന്മാർ, ഒത്തിരി ഭക്തന്മാർ വരെ ഉണ്ടായിരുന്നു. ആ പരിഷ്കാരത്തിന്റെ മാലിന്യങ്ങൾ മണ്ണിനെ സ്നേഹിച്ച്, പുഴയെ സ്നേഹിച്ച്, മരങ്ങളെ സ്നേഹിച്ച് ജീവിതം പുലർത്തുന്ന ഒരു നാടിന്റെ സംസ്കൃതിയിലേക്ക്, നന്മയുടെ ആ ഭൂമികയിലേക്ക് ചവറായി തള്ളരുതെന്നേ.